അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് യു.എസിൽ ഒരുപാട് ഏടാകൂടങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് യുക്രൈന് ആണവായുധം കൊടുത്ത് സഹായിച്ചു എന്നുള്ളതാണ്. റഷ്യയെ തകർക്കാൻ വേണ്ടി യുക്രൈൻ ഉപയോഗിച്ച ആണവായുധവും, എന്നാൽ അമേരിക്ക എന്ന ലോക പോലീസ് ചമയുന്ന അമേരിക്കയെ നിലംപരിശാക്കാൻ നടക്കുന്ന ഉത്തര കൊറിയയും റഷ്യയും എല്ലാം കൂടെ ഇപ്പോൾ റഷ്യയ്ക്ക് സപ്പോർട്ടായിട്ട് അമേരിക്കൻ പ്രതികൂല രാജ്യങ്ങൾ അണിനിരക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാകില്ല. എന്നാൽ അതിൽ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ റഷ്യൻ സേന അമേരിക്കയിലേക്ക് ആണവായുധം പ്രയോഗിക്കും. ലോകത്തിൻ്റെ തുടർന്നുള്ള യുദ്ധ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. റെഡ് സോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയ്ക്ക് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന പേടിയിലാണ് ഇപ്പോൾ ലോകം തന്നെ. റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈൽ റഷ്യയ്ക്ക് നേരെ യുക്രൈൻ പ്രയോഗിച്ചത് അമേരിക്കയ്ക്ക് നേരെയുള്ള ആണവ ആക്രമണ സാധ്യത ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ പൗരന്മാരോട് അമേരിക്കയിലേക്ക് പോകരുതെന്നും അവിടെ ഉള്ളവരോട് രാജ്യം വിടാനും റഷ്യ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇത് റഷ്യ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ സൂചന കൂടിയാണ്. യുക്രൈൻ തലസ്ഥാനത്തെ റഷ്യ തകർത്ത് തരിപ്പണമാക്കുമെന്നത് എന്തായാലും ഉറപ്പായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, റഷ്യ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമോ എന്നുള്ളതാണ്. അതോ അമേരിക്കൻ തലസ്ഥാനമായ വാഷിങ്ടണിൽ തന്നെ ആണവായുധം പ്രയോഗിക്കുമോ? ഇത്തരമൊരു പേടിയാണ് ഇപ്പോൾ പരക്കെയുള്ളത്. റഷ്യയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലായ ഓറഷ്നിക്കിനെയും അമേരിക്കയെ മൊത്തം നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയുന്ന സാത്താൻ 2വിനെയും തടയാൻ ശേഷിയുള്ള ഒരു ആയുധവും നിലവിൽ ലോകത്തിലെവിടെയുമില്ല. അമേരിക്ക ആണവായുധം പ്രയോഗിക്കാൻ ചിന്തിക്കും മുമ്പ് അത് പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ റഷ്യയ്ക്കാണ് കഴിയുക. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അനുമതി മാത്രം മതിയാകും. അമേരിക്കയെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന പകയാണ് നിലവിൽ റഷ്യൻ സേനയ്ക്കുള്ളത്. യുക്രൈനെ മുൻനിർത്തി അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ നടത്തുന്ന യുദ്ധത്തിൻ്റെ ക്ലൈമാക്സ് അങ്ങനെ ആവരുതെന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങൾ പുതിയ സംഭവ വികാസങ്ങളെ ഞെട്ടലോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൻ റഷ്യൻ നഗരമായ ടാഗൻഡോഗിന് സമീപമുള്ള റഷ്യൻ സൈനിക എയർഫീൽഡിന് നേരെയാണ് യുക്രൈൻ സൈന്യം 6 അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ആക്രമണത്തിന് ശക്തമായി പ്രതികാരം ചെയ്യുമെന്നും റഷ്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ഏത് രൂപത്തിലാകും എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. യുക്രൈൻ സേന തൊടുത്തുവിട്ട 6 അമേരിക്കൻ മിസൈലുകളിൽ 2 റഷ്യൻ സൈന്യം വെടിവെച്ചിട്ട് വീഴ്ത്തിയിട്ടുണ്ട്. മറ്റ് 4 ഇലക്ട്രോണിക് വാർഫെയറിൽ വഴിതെറ്റിയാണ് പതിച്ചത്. ഈ ആക്രമണത്തിൽ എയർഫീൽഡിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും 2 അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും നിരവധി കാറുകളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാശ്ചാത്യരുടെ ഈ ലോങ് റേഞ്ച് ആയുധങ്ങളുടെ ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ പോകില്ലെന്ന് തുറന്നു പറഞ്ഞ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സാധ്യമല്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനു മുൻപ് അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ പ്രയോഗിച്ചതിന് ഒറഷ്നിക് മിസൈൽ പരീക്ഷണാർത്ഥം തൊടുത്തുവിട്ടാണ് റഷ്യ അന്ന് മറുപടി നൽകിയത്. വീണ്ടും പ്രകോപനം സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഈ മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിച്ചു വിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ യുക്രൈനും നാമാവശേഷമാവും. യുക്രൈന് പുറമെ നാറ്റോ രാജ്യങ്ങളിലെ 42 സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടും ഒറഷ്നിക് മിസൈൽ റഷ്യ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കടുങ്കൈ പ്രയോഗിക്കേണ്ടി വന്നാൽ അതിനു മുമ്പ് ഈ 42 കേന്ദ്രങ്ങളും ഒരേ സമയം തകർക്കാൻ റഷ്യയ്ക്ക് കഴിയും. ഒറഷ്നിക് മിസൈൽ യുക്രൈനിലേക്ക് പരീക്ഷിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അമേരിക്കയ്ക്ക് റഷ്യ വിവരം കൈമാറിയിരുന്നെങ്കിലും ഈ ആധുനിക മിസൈലിനെ തടുക്കാൻ അമേരിക്ക യുക്രൈനിൽ സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നിനും സാധിച്ചിരുന്നില്ല. ഈ യാഥാർത്ഥ്യം അമേരിക്കയിലെ നല്ലവണ്ണം പ്രതിരോധത്തിലാക്കും. പാശ്ചാത്യ മിസൈലുകൾ റഷ്യയിൽ പതിച്ചാൽ നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റഷ്യ മുൻപ് തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത്യന്തം അപകടകരമായ സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള റഷ്യൻ പ്രദേശത്തെ ആക്രമിക്കാൻ ATACMS ഉൾപ്പെടെയുള്ള അമേരിക്ക വിതരണം ചെയ്യുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞ മാസമാണ് അമേരിക്ക യുക്രൈന് അനുമതി നൽകിയിരുന്നത്. ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ജോ ബൈഡൻ എടുത്ത ഈ തീരുമാനം മൊത്തം അമേരിക്കൻ ജനതയുടെയും
അമേരിക്കക്കാരുടെയും ജീവൻ അപകടത്തിലാക്കുന്നതാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയോട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതാണ് ജോ ബൈഡനെ ചൊടിപ്പിച്ചിരുന്നത്. പടിയിറങ്ങും മുൻപ് വലിയ സാമ്പത്തിക സഹായവും യുക്രൈന് ബൈഡൻ ഭരണകൂടം അനുവദിച്ചിരുന്നു. 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ $300 ബില്യൺ ആസ്തി മരവിപ്പിച്ചിരുന്നു കേട്ടോ. ജൂൺ മാസത്തിൽ G7 അംഗങ്ങൾ യുക്രൈന് $50 ബില്യൺ വായ്പയായി വാഗ്ദാനം ചെയ്തത്. യുക്രൈന് നാറ്റോ രാജ്യങ്ങൾ കൊടുക്കുന്ന ഈ തുക മരവിപ്പിച്ച റഷ്യൻ ഫണ്ടിൽ നിന്ന് ഉള്ളതാണ്. ആയുധങ്ങൾ വാങ്ങാനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാനും ആണ് ആ ഫണ്ടുള്ളത്. യുക്രൈനെ സഹായിക്കുന്നതിനായുള്ള തുക മുഴുവനും കണ്ടെത്തുന്നത് ഇങ്ങനെ റഷ്യയുടെ മരവിപ്പിച്ച ഫണ്ടുകളിൽ നിന്നാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഫെഡറൽ ഫിനാൻസിംഗ് ബാങ്കുമായി $20 ബില്യൺ 40 വർഷത്തെ വായ്പയ്ക്കായുള്ള കരാറിനും യുക്രൈൻ സർക്കാരിന് അംഗീകാരം നൽകിയിരിക്കുന്നു. അമേരിക്കയുടെ ഈ നീക്കം റഷ്യയ്ക്ക് ഉണ്ടാക്കിയ പക കത്തിപ്പടരുന്നതിനിടെയാണ് എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതിന് സമാനമായി അമേരിക്കയുടെ കൂടുതൽ മിസൈലുകൾ റഷ്യൻ മണ്ണിലേക്ക് പ്രയോഗിച്ചിരിക്കുന്നത്. ഇതോടെ യുക്രൈനും അമേരിക്കയ്ക്കുമെതിരെ ഏത് നിമിഷവും ഒരു വലിയ ആക്രമണം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. യുക്രൈൻ തലസ്ഥാനം ഇനി അവിടെ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് പരക്കെയുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യ അതെടുത്ത് പ്രയോഗിക്കില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യ അത്തരമൊരു തീരുമാനമെടുത്താൽ അത് ഈ ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്നാണ് യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പണ്ട് ജപ്പാനിൽ അണുബോംബിട്ട സാഹചര്യമല്ല ഇന്ന് ലോകത്തുള്ളത് എന്ന കാര്യം അമേരിക്കയും സഖ്യകക്ഷികളും ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഈ യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം ആണവശക്തിയായ ഉത്തര കൊറിയയും ഏത് നിമിഷവും അമേരിക്കയ്ക്കെതിരെ പ്രകോപനത്തിന് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് പുതുതായി വരുന്ന വാർത്തകൾ. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ദക്ഷിണ കൊറിയയുമായും അമേരിക്കയുമായും മുടക്കിയ ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചു വെച്ചപ്പോൾ ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി സമവായത്തിലെത്തിയിരുന്നത്. ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരമേൽക്കുമ്പോൾ പഴയ കിം ജോങ് ഉന്നിനേക്കാൾ 10 മടങ്ങ് ശക്തിയിലാണ് ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരിയായ ഉന്നിനുള്ളത്. റഷ്യയുമായി ഉണ്ടാക്കിയ പ്രതിരോധ കരാർ അത്രയ്ക്കും ശക്തമാണ്. ഇരു രാജ്യങ്ങൾക്കും എന്ത് ഭീഷണി ഉണ്ടായാലും സൈനികമായി പരസ്പരം സഹായിക്കുമെന്നതാണ് ആ കരാർ. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുടിൻ പറഞ്ഞാൽ അമേരിക്കയിലേക്കും കിം ജോങ് ഉൻ ആണവ മിസൈൽ അയക്കുമെന്നത് വ്യക്തമായി. അമേരിക്കയുടെ ലോക പോലീസ് കളി അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാനും ഉള്ളതുപോലെ ഉത്തര കൊറിയയ്ക്കുമുണ്ട്. അമേരിക്കൻ ചേരിയുടെ ഉപരോധം മൂലം നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഉത്തര കൊറിയ എങ്കിൽ അമേരിക്കയുടെ അവസ്ഥ അതല്ല. ഒരു ചെറിയ ബോംബ് വീണാൽ പോലും ആ നിമിഷം തകരുന്ന ഓഹരി വിപണിയും ഭയന്ന് ബോധം കെട്ടി വീഴുന്ന മാനസികാവസ്ഥയിലുള്ള ജനങ്ങളുമാണ് അമേരിക്കയിലുള്ളത്. ഏതായിരുന്നാലും യുദ്ധം പുറപ്പെട്ടാൽ ആണവായുധങ്ങൾ ഉപയോഗിച്ചാൽ അത് ലോക മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകും. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കാം.